നമ്മുടെ മെലിവിന്റെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ. നമ്മുടെ കാക്ക എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. അതെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ക്യാമ്പിങ്ങിന്റെ പ്രിപ്പറേഷനിലാണ് കാക്ക. സ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ എടുത്ത് വിട്ടു. ഈ കഥ നടക്കുന്നത് അല്ലേലാണ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുബായ് ബസ് ഇതിലൂടെ നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി അതിനെ ഒപ്പം വിട്ടു. എന്തിനാന്നല്ലേ, നമുക്ക് അതിൽ നിന്നൊരു സാധനം ഇതിലേക്ക് മാറ്റാനായിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് ഇതാണ് ആ സാധനം. ഇന്നത്തെ നമ്മുടെ ക്യാമ്പിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലയിലുള്ള സാഹർ ലേക്കിനാണ്. നമ്മുടെ ടെന്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അൺലോഡ് ചെയ്തു. ഇറക്ക് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ പരിപാടി തുടങ്ങി. നമ്മുടെ ഗ്രില്ലിനുള്ള ചാർക്കോളും മറ്റും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അച്ഛയും ടെന്റിനുള്ളിൽ ബെഡും മറ്റും സെറ്റ് ചെയ്യുന്ന തിരക്കില്ല. അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മെൽവിനും കൂടെ. ചാർക്കോളും എല്ലാം കത്തിച്ചെടുക്കാനായി പിന്നീടുള്ള പരിശ്രമം. ഇതും കത്തി കിട്ടിയപ്പോൾ നമ്മൾ വീശി അത് സെറ്റപ്പ് ആക്കാൻ തുടങ്ങി. മെൽവിൻ ഓരോ ഗ്യാപ്പിലും ഓരോ സ്റ്റെപ്പുകൾ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ വീശി ഒരു വിധം കനല് സെറ്റ് ആയപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നല്ല ഇളയ ഓസ്ട്രേലിയൻ മട്ടനും പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു. നമ്മളത് തിരിച്ചും മറിച്ച് കിട്ടുന്നത് വേവിച്ചിടും. ഒരുവിധം വെന്ത് സെറ്റ് ആയപ്പോൾ നമ്മൾ എടുത്ത് നേരെ ടെന്റിലേക്ക് കൊണ്ടുപോയി. ഗ്രിൽഡ് മട്ടനും ചിക്കനൊക്കെ കഴിക്കാനായിട്ട് നമ്മളെല്ലാം ഹുമ്മൂസും വേറെ പല സോസുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഹുമ്മൂസിൽ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. വാവ്, സ്വർഗ്ഗം. അത് കഴിഞ്ഞതാ ഈ കാണുന്ന സോസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതും അടിപൊളിയായിരുന്നു. ഓരോ സെറ്റ് കഴിയുമ്പോൾ ഗ്രിൽഡ് ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കൊണ്ടുതന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ കാക്കിയും ലംബ്രതാക്കിയാണ് നമ്മുടെ മെയിൻ ഷെഫ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അടിപൊളി ടേസ്റ്റ്. നമ്മുടെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളി ഗാങ് എല്ലാവരും കൂടിയിട്ട് ഒരു പരിപാടി സെറ്റപ്പ് ചെയ്യും. അത് ഇതോടുകൂടി സെറ്റായി. ഏതൊരു റൗണ്ടിൽ നമ്മൾ മട്ടന്റെ കൂടെ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് നോക്കി. പക്ഷേ എങ്കിൽ അത് ഫ്ലോപ്പ് ആയിരുന്നു. നല്ല ഫീൽ ഗുഡ് സ്ലോ സോങ്സ് ഇട്ട് നമ്മുടെ ഫുഡ് ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും നല്ല പോലെ മനസ്സും വയറും നിറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഒരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. മൈൻഡെല്ലാം നല്ല റീഫ്രഷ് ആയി കിട്ടും. വയറ് പൊട്ടാറായിട്ടും സാധനം വീണ്ടും വന്നുകൊണ്ടിരുന്നു. അവസാനം ഫുഡെല്ലാം ഫിനിഷ് ആക്കി നമ്മുടെ കലാപരിപാടിയിലേക്ക് നമ്മൾ ഇവിടെ പിന്നെ മെയിൻ പെർഫോമേഴ്സ് നമ്മളായിരുന്നെങ്കിലും എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളിച്ചു. എല്ലാം മറന്നുകൊണ്ട് നല്ല ഡാൻസ് സോങ്സ് ഇട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഒരു കൂടൽ, അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുവിധം ഡാൻസ് ഒക്കെ കളിച്ച് തളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ മയങ്ങാനുള്ള പ്രിപ്പറേഷൻസ് കിട്ടില്ല സാധനം വളഞ്ഞു തന്നെ. നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ അങ്ങനെ കിടന്നിറങ്ങി. അങ്ങനെ നേരം പരപരാന്ന് പലർന്നു. നമ്മുടെ രാജേഷേട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ ഉണരുന്നത്. ഇവരാണെങ്കിൽ വിളിച്ചിട്ട് വേഗം പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞു. പുറത്തിറങ്ങി നോക്കിപ്പിണ്ടാ നല്ല അടിപൊളി ഒരു സൺറൈസ് ചെയ്യുന്നു. നമ്മുടെ അച്ഛനാണെങ്കിൽ കിടന്ന് കിടപ്പ് തന്നെ സൺറൈസ് ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. നേരം എടുത്തപ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ലേക്ക് നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ലേക്കും സൺറൈസും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള പലരും കാണാനില്ല. നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ രാജേഷേട്ടൻ എന്തോ പരിപാടി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും കൂടി സൂം ചെയ്തപ്പോഴോ ലംബ്രത്താക്കി എന്തൊക്കെയോ പരിപാടി കഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അച്ചായൻ അവിടെ കിടന്ന് ആസ്വദിക്കുന്നതാണ്. മെൽവിനാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് പോലും മനസ്സിലായിട്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളിലായി. അങ്ങനെ ടെന്റും മറ്റു സാധന സാമഗ്രികളും എല്ലാം നമ്മൾ വണ്ടി കയറ്റി ആവറിലേറ്റ് നമ്മുടെ വണ്ടിയുടെ കുറച്ച് കിടിലും വിഷ്വൽസ് എടുത്തു. പിന്നെ നമ്മൾ പതുക്കെ യാത്രയായി. അപ്പൊ ഗായ്സ്, ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടി പോയോ? എന്തായാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.